പത്തരമാറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയായിരുന്നാലും തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മുത്തശ്ശൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ആദർശിനെയും നയനെയും എല്ലാം കൊണ്ടും വിജയിച്ചവരാ, അവർ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം എന്ന് മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശൻ. ഇത് കേട്ടിട്ട് അനി പറയുക, ആരെയാ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ നീ ഇപ്പോൾ അറിയണ്ട, നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറിയിലെയും ഉയർച്ചയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്ത ആൾക്ക് രണ്ടുപേരെയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിലുള്ള സ്വീകരണം തന്നെ കൊടുക്കണം അവർക്ക്, കൊട്ടും കുരവുമായിട്ട്. അത് മാത്രമല്ല, എല്ലാവരെയും വിളിക്കുകയും ചെയ്യണം. അതും തറവാട്ടിൽ വെച്ച് തന്നെ നമുക്കിത് നടത്തുകയും ചെയ്യണം. അതാ എൻ്റെ തീരുമാനം. ഇത് കേട്ടിട്ട് അവന്തിക പറയുക, ആരെ എനിക്ക് ഇത്രയും നല്ലതായിട്ട് സ്വീകരിക്കുന്നത്? എന്നാലും മുത്തശ്ശനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ആരും അറിയേണ്ട കാര്യമില്ല. അനി ചോദിച്ചപ്പോഴത്തേക്കും ഞാനൊന്നും പറഞ്ഞില്ല. ഇത് ആരും അറിയേണ്ട കാര്യമല്ല. വന്ന് നേരിട്ട് കാണുമ്പോഴത്തേക്കും എല്ലാവരും അതിശയത്തോടെ നോക്കുന്നത് എനിക്ക് കാണണം. അതുതന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ആരും അറിയാതെ തന്നെ ആദർശിനെയും നയനെയും തക്ക സമയത്ത് വീട്ടിൽ എത്താൻ മുത്തശ്ശൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർ സന്തോഷം കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കാണാനും വീണ്ടും തിരിച്ച് ആ വീട്ടിലേക്ക് വരാനും. എന്നാൽ എന്തു ചെയ്താലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ജ്വല്ലറിയുടെ മാനേജറായ എല്ലാവരും തന്നെ കള്ളത്തരങ്ങളിലൂടെ നശിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അനുവദിച്ചുകൂടാ. പക്ഷേ ആരാണ് ഇതിൻ്റെ MD ആണെന്ന് ഇപ്പം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കള്ളക്കഥകളും പൊളിഞ്ഞടുകയും ചെയ്തു. ഇതുകൊണ്ട് നമുക്ക് വളരെ നേട്ടമുണ്ടായിട്ടേ ഉള്ളൂ. ഇത് കാരണം ഓരോ കാര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനിയാണെങ്കിൽ പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ അടുത്ത്, എന്തായാലും അവരാ ഈ വീട്ടിൽ ആദ്യം വരേണ്ടത്. അതുമാത്രമല്ല, ഇനി ഈ സ്ഥാനം, എൻ്റെ ഈ സ്ഥാനം അത് ആദർശേട്ടന് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അത് എത്രയും പെട്ടെന്ന് നടക്കുക തന്നെ ചെയ്യുമെന്ന് മുത്തശ്ശൻ വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിൻ്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ എനിക്കിനിയും ചെറുതായിട്ടൊന്ന് ആലോചിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതിൻ്റെ എല്ലാം ചതി ഒളിഞ്ഞിരിക്കുന്ന കാര്യം അത് മുത്തശ്ശന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ് നമ്മുടെ ശത്രുക്കളെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ മുത്തശ്ശന് ഒരു പേടിയാണ്, ഇനി എന്ത് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ തറവാട്ടിൽ അവർ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനിയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശൻ. എല്ലാത്തിനും നിൻ്റെ നേതൃത്വം ഉണ്ടായിരിക്കണം, ഒന്നിനും ഒരു കുറവും വരരുത്. അതാ എൻ്റെ ആഗ്രഹം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും എന്നെ ഏൽപ്പിക്കുമ്പോഴും എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഈ കാര്യത്തിൽ എന്നെ ഏൽപ്പിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എനിക്കറിയാം മുത്തശ്ശൻ ആരെയാണ് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതെന്ന്. അത് ഞാൻ ആരുടെ ഞാൻ പറയില്ല. എനിക്കത് പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് ആ ഒരു ഉദ്ഘാടന ചടങ്ങിലും എനിക്ക് മനസ്സിലായതാണ്. ഓരോ കാര്യത്തിലും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ചേച്ചിയേ ഉള്ളൂ, നയന ചേച്ചി. അത് തന്നെയാണ് നമ്മുടെ ഈ തറവാടിൻ്റെ വിജയത്തിലൊന്നും. അതുപോലെ ആദർശിൻ്റെ തീരുമാനങ്ങളും അത് നമ്മൾ വില കൽപ്പിക്കേണ്ടത് തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് അവർ രണ്ടുപേരും തക്ക സമയത്ത് കൊട്ടും എല്ലാം കൊണ്ടും അതുപോലെ താൽപ്പൊലിയും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുക വീട് മൊത്തം ബന്ധുക്കളെ കൊണ്ടും. എന്നിട്ടും അവരറിയുന്നില്ല എന്തിനാണ് ഇത്രയും വലിയ സ്വീകരണം ആർക്കാ കൊടുക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ മുത്തശ്ശൻ അതിശയത്തോടെ ആ കാറ് വരുന്നത് നോക്കി നിൽക്കുകയാണ്. അത് ആദർശനും നയനയുമാണെന്ന് അനിയും ബാക്കിയുള്ളവരും മനസ്സിലാക്കുമ്പോഴത്തേക്കും പിന്നെ കുറേ പേർക്കത് മനസ്സിലാവുന്നില്ല. ഇറങ്ങിയപ്പോഴത്തേക്കും അവർ വന്നിറങ്ങിയപ്പോഴത്തേക്കും ഞെട്ടലോടെ എല്ലാവരും നോക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശൻ അവരെ അംഗീകരിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓരോ കാര്യത്തിനും
എല്ലാത്തിനും ഇത്രയും നാൾ അവരെയായിരുന്നു സപ്പോർട്ട് ചെയ്തതെന്ന് നമുക്കിതുവരെ മനസ്സിലാക്കാതെ പോയി. അത് വളരെ തെറ്റായിപ്പോയി എന്ന് അവന്തിക അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അതെ, നമ്മളാണെങ്കിൽ മുന്നിൽ എല്ലാം പാവമെന്ന് നടിച്ചിരുന്നവർ ഇപ്പോഴത്തേക്ക് നമ്മളെ ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അവരെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെനിക്കൊരു വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അവന്തികയും അമ്മയും. അങ്ങനെ ഇരിക്കുകയാണ് അനി ചോദിക്കുന്നത്, മുത്തശ്ശൻ്റെ തീരുമാനം വലുതായിരുന്നു. ഇനി എനിക്ക് വലിയ ഭാരം എനിക്ക് ഏൽപ്പിക്കാൻ ചേട്ടൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെ എൻ്റെ ഒരു സന്തോഷം. നിൻ്റെ ആ ഒരു തീരുമാനം ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവൻ വരട്ടെ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ആലയിച്ച് വീട്ടിലേക്ക് കയറ്റുന്നുണ്ട്. ഇത് കണ്ട് നയനയുടെ അനിയത്തിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതായി. കാര്യമെന്തെന്നല്ല, ഒരു വീട്ടിൽ താമസിക്കുന്നുവെങ്കിലും അവർ ശത്രുക്കൾ പോലെയാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ പെരുമാറുന്നത്. എന്നാൽ അവിടെ അനിയത്തിയുടെ സ്നേഹം, പരിഗണന എല്ലാം എനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചും. അതുപോലെ തന്നെ അനിയായിരുന്നാലും മുത്തശ്ശിയായിരുന്നാലും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, ഇത്രയും വലിയൊരു സർപ്രൈസായിരുന്നു ബാക്കി എല്ലാവർക്കും മാറ്റി വെച്ചിരുന്നതെന്ന് ആരും മനസ്സിലാക്കിയിരുന്നില്ല. എന്നിട്ട് നയനിയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഒരു കാര്യത്തിലും ഈ വീട്ടിലെ ഒന്നിനും ഒരു കുറവ് വരാത്തത് നോക്കേണ്ടത് നിൻ്റെ കടമയാണ്. അത് നീ മനസ്സിലാക്കുകയും ചെയ്യണം. എന്നാൽ ഓരോ ബിസിനസ്സിലും നിൻ്റെ നേട്ടമാണ് നമ്മുടെ വിജയമായിട്ട് നമ്മൾ ഇത്രയും നാൾ കൈവരിച്ച് വന്നത്. അത് ഇനിയും തുടർന്നു കൊണ്ട് പോകണം. അതിന് നിങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുന്നത് കേട്ട് കണ്ണ് നിറയുന്നുണ്ട് നയനയുടെ. തിരിച്ച് ഈ വീട്ടിൽ എത്തുമെന്ന് വിചാരിച്ചത് പോലും ഇല്ല എന്ന് ആദർശ് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറയുക, നിൻ്റെ വീട്ടിൽ നീ വന്നത് ഏറ്റവും വളരെ കാര്യമല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ച് വഴക്ക് പറയുന്നുണ്ട്. നല്ലൊരു ദിവസമായിട്ട് കൂടുതലൊന്നും പറയണ്ട, എല്ലാവർക്കും മധുരം കൊടുക്കുമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്. എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് ഫ്രണ്ടിൽ നിൽക്കുന്നത് അനി തന്നെയായിരുന്നു. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അവരെ മുഖം കാണുമ്പം തന്നെ ദേഷ്യത്തോടെ ഇരിക്കുന്നത് കാണുമ്പം മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട് ആരൊക്കെയാണ് ഇതിന് എതിർപ്പ് നിൽക്കുന്നത് എന്നൊക്കെ. എന്നാൽ ഇത് ആദർശിനും നയനയ്ക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ഓരോ കാര്യത്തിനും എന്ത് പറഞ്ഞാലും ദേഷ്യത്തോടെ മാത്രം കണ്ടിരുന്ന മുത്തശ്ശൻ അവരെ എന്തുമാത്രം ഉള്ളിൽ സ്നേഹിച്ചിരുന്നുള്ള ഒരു തെളിവാണ് ഇന്ന് വീണ്ടും തിരിച്ച് ഈ വീട്ടിൽ എത്തിയത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും. എന്തായാലും അവന് വന്നതിൽ സന്തോഷം മധുരം വെച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അറിഞ്ഞ് എൻ ജുവലറിയുടെ മാനേജർ ഭയങ്കര വിഷമത്തോടെയും അതുപോലെ ദേഷ്യത്തോടെയും ഇനി എങ്ങനെ അവരെ ചതിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഫോൺ വഴി വിളിച്ച് അവന്തിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവിടുത്തെ വിശേഷം, അതായത് അവിടെ വന്നതൊക്കെയെന്ന് എല്ലാ കാര്യങ്ങളും അവന്തിക അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് മാത്രമല്ല, ഇനി തൻ്റെ തകർച്ചയാണ് ഇനി വരാനിരിക്കുന്നതെന്നും ആലോചിച്ചിട്ട് പറയുന്നുണ്ട് അവന്തിയുടെ അടുത്ത്, എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇനി അപ്പോഴത്തുള്ളത് എല്ലാം അറിയിക്കണം എന്ന് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുക, ആരായിരുന്നാലും ഫോണിൽ ഇപ്പം സംസാരിക്കേണ്ട, ഇപ്പോൾ ഒരു ചടങ്ങ് നടക്കുക, ഇവരെ സ്വീകരിക്കലും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ഗിഫ്റ്റ് ഇവർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനയ്ക്കും ആദർശിനും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സങ്കടത്തോടെ നിന്ന അവന്തികയാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് തനിക്ക്